യഥാർത്ഥ സംഭവങ്ങൾ ഇൻസ്പയർ ചെയ്തുകൊണ്ട് സിനിമ എടുക്കുന്ന ഒരു റൈറ്റർ ഡയറക്ടറാണ് മഹേഷ് നാരായണൻ. IS ഭീകരവാദികൾ തട്ടിക്കൊണ്ടുപോയ മലയാളി നഴ്സുമാരെ കുറിച്ചായിരുന്നു ടേക്ക് ഓഫിൽ പറഞ്ഞത്. ഭീമാപ്പള്ളി വെടിവെപ്പിനെ കുറിച്ചാണ് മാലിക്കിൽ പറഞ്ഞത്. പാട്രിയോട്ട് സിനിമയിലും അത്തരത്തിൽ യഥാർത്ഥ പല സംഭവങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. അവ ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ രാജ്യത്തിനകത്തും പുറത്തുമായി നടന്ന പല യഥാർത്ഥ സംഭവങ്ങളെയും ഈ സിനിമയിൽ ആധാരമാക്കിയിട്ടുണ്ട്. ഈ സിനിമയുടെ പ്രധാന പ്ലോട്ട് തന്നെ ഒരു യഥാർത്ഥ സംഭവമാണ്. ഈ സിനിമയുടെ കഥ പറയുന്നത് വ്യക്തികളെ നിരീക്ഷിക്കാനായി അവരറിയാതെ അവരുടെ ഡിവൈസുകളിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്ന ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. പെരിസ്കോപ്പ് എന്നാണ് സിനിമയിൽ ആ സോഫ്റ്റ്വെയറിന് നൽകിയ പേര്. യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു സോഫ്റ്റ്വെയറുമുണ്ട്. അത് ഇന്ത്യൻ ഗവൺമെന്റ് ഉപയോഗിച്ചിട്ടുമുണ്ട്. പെഗാസസ് എന്നാണ് അതിന്റെ പേര്. പേരിൽ പോലും ആ സാമ്യം കൊണ്ടുവരാൻ എഴുത്തുകാരൻ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. സിനിമയിൽ പറയുന്ന പോലെ തന്നെ പെഗാസസും ഒരു സീറോ ക്ലിക്ക് സോഫ്റ്റ്വെയർ ആണ്. ഓരോ ഡിവൈസിന്റെയും പൂർണ്ണ നിയന്ത്രണം പിടിച്ചെടുക്കാൻ ഈ സോഫ്റ്റ്വെയറിന് കഴിയും. 2017 നരേന്ദ്രമോദി ഗവൺമെന്റ് ഇസ്രായേലിൽ നിന്നും ഈ സോഫ്റ്റ്വെയർ വാങ്ങുന്നത്. പെഗാസസ് ചാരസ് സോഫ്റ്റ്വെയർ ഇന്ത്യ വാങ്ങിയെന്ന ന്യൂയോർക്ക് ടൈംസ് 2017 ഇസ്രായേൽ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒപ്പുവെച്ച ആയുധ കരാറിന്റെ ഭാഗമായാണ് ചാരസ് സോഫ്റ്റ്വെയർ ഇന്ത്യക്ക് ഇസ്രായേൽ നൽകിയത്. പല പ്രമുഖരുടെയും ഫോണുകൾ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയുടെയും 5 സുഹൃത്തുക്കളുടെയും ഫോൺ നമ്പറുകൾ പെഗാസസ് പട്ടികയിൽ. ഫോൺ ചോർത്തിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ്. സിനിമയിൽ സ്വന്തം മന്ത്രിസഭയിലെ മന്ത്രിക്കെതിരെ ഇത് ഉപയോഗിച്ചതായി പറയുന്നുണ്ട്. രേവതിയായിരുന്നു നളിനി രാമകൃഷ്ണൻ എന്ന ആ മന്ത്രിസഭയിലെ മന്ത്രി കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. യഥാർത്ഥത്തിലും പല മിനിസ്റ്റർമാരുടെയും ഫോണിൽ പെഗാസസിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ചോർത്തപ്പെട്ടവരിൽ രാഹുൽ ഗാന്ധിയും ഉൾപ്പെടുന്നു. കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവ്, പ്രഹ്ലാദ് പട്ടേൽ, മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അശോക് ലവാസ, പ്രശാന്ത് കിഷോർ, മമതാ ബാനർജിയുടെ ബന്ധു അഭിഷേക് ബാനർജി എന്നിവരുടെ ഫോണുകളും ചോർത്തിയിരിക്കുന്നു. ലോകസഭയിൽ ഈ പ്രശ്നം ഉന്നയിച്ചു എന്നതല്ലാതെ അതിനെതിരെ അന്വേഷണമോ നടപടികളോ ഉണ്ടായിട്ടില്ല. സിനിമയിൽ പല മനുഷ്യാവകാശ പ്രവർത്തകർക്കെതിരെയും മാധ്യമപ്രവർത്തകർക്കെതിരെയും ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചതായി പറയുന്നുണ്ട്. പലരെയും കേസിൽ പെടുത്താൻ വേണ്ടി അവരുടെ ലാപ്ടോപ്പുകളിൽ കൃത്രിമമായി തെളിവുകൾ ഉണ്ടാക്കാൻ വേണ്ടിയും ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചതായി പറയുന്നുണ്ട്. ഈ 2 സംഭവങ്ങളും ഇന്ത്യയിൽ നടന്നതാണ്. ഇന്ത്യയിൽ ചാരസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച ഒരു പ്രധാനപ്പെട്ട കേസാണ് ഭീമ കൊറഗാവ് കേസ്. 1818 ബ്രിട്ടീഷുകാർക്കെതിരെ മറാത്താസ് യുദ്ധം ചെയ്യുന്ന കാലഘട്ടം. പൂനെയിലെ കൊറഗാവിലെ മഹർ കമ്മ്യൂണിറ്റിയും ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ മുന്നോട്ട് വന്നു. പക്ഷേ അവർ താഴ്ന്ന ജാതിക്കാരാണെന്നും തൊട്ടുകൂടായ്മയുള്ളവരാണെന്നും പറഞ്ഞുകൊണ്ട് മറാത്താസ് അവരെ കൂടെ കൂട്ടിയില്ല. ആ ഒരു കാരണത്താൽ തന്നെ മറാത്താസിന്റെ പേഷ്വാ റെജീമിനെതിരെ ബ്രിട്ടീഷുകാരോടൊപ്പം ചേർന്നുകൊണ്ടാണ് മഹർ കമ്മ്യൂണിറ്റി യുദ്ധം ചെയ്തത്. ആ യുദ്ധത്തിൽ അവർ ജയിക്കുകയും ചെയ്തു. ഇത് ജാതീയതക്കെതിരെയുള്ള യുദ്ധമായിട്ടാണ് ഇന്നും കണക്കാക്കപ്പെടുന്നത്. ബ്രിട്ടീഷുകാർ അന്ന് ഈ യുദ്ധവിജയത്തിന്റെ സ്മാരകമായിട്ട് അവിടെ ഒരു ഫില്ലറും പണിതു. പിന്നീട് വർഷങ്ങളായി യുദ്ധവിജയത്തിന്റെ വാർഷിക പരിപാടികൾ അവിടെ നടത്താറുമുണ്ട്. പിന്നീട് അംബേദ്കറും ഈ സ്ഥലം സന്ദർശിച്ചിരുന്നു. വർഷങ്ങൾക്ക് ശേഷം 2017 35,000-ലധികം പേർ ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഇതൊരു ദളിത് മൂവ്മെന്റായി മാറാനുള്ള സാധ്യത ഗവൺമെന്റും കണ്ടിരുന്നു. 2018 200-ാം വാർഷികാഘോഷമാണ് ഈ കേസിന് ആധാരം. പരിപാടിക്കിടയിലേക്ക് കാവിക്കൊടിയുമായി പലരും എത്തുകയും പരിപാടി അലങ്കോലമാവുകയും ചെയ്തു. ഭീം കൊറേഗാവിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഘർഷത്തിൽ രാഹുൽ എന്ന ദളിത് യുവാവ് 2 വിഭാഗമായി ചേരിതിരിഞ്ഞുള്ള ആ ഒരു കലാപത്തിൽ ഒരു ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. പിന്നീട് ഒരുപാട് പൊതുമുതൽ നശിപ്പിക്കുകയും ചെയ്തു. അന്നത്തെ BJP ഗവൺമെന്റിന്റെ കീഴിലുള്ള പോലീസ് 300-ലധികം പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഒരുപാട് മാധ്യമപ്രവർത്തകരും ദളിത് ആക്ടിവിസ്റ്റുകളും മനുഷ്യാവകാശ പ്രവർത്തകരുമാണ് അറസ്റ്റിലായത്. ഫാദർ സ്റ്റാൻ സാമി, മലയാളിയായ റോണ വിൽസൺ തുടങ്ങിയവരെല്ലാം തന്നെ അതിൽപ്പെട്ടവരാണ്. പാട്രിയോട്ട് സിനിമയിൽ ആക്ടിവിസ്റ്റുകൾക്കെതിരെ പെരിസ്കോപ്പ് ഉപയോഗിച്ചതായി പറയുന്നുണ്ട്. എന്റെ ലാപ്ടോപ്പിൽ നിന്നും ഒരു കോൺസ്പിറസി ഇമെയിൽ കിട്ടിയെന്നാണ് പോലീസ് പറയുന്നത്. റോണ വിൽസനെതിരെ UAP പോലും ചുമത്തിയിരുന്നു. അവർക്കെല്ലാം മാവോയിസ്റ്റ് ബന്ധമുണ്ടായിരുന്നെന്നാണ് പോലീസ് ആരോപിച്ചത്. അതിനുവേണ്ടിയുള്ള തെളിവുകൾ സ്റ്റാൻസാമിയുടെയും റോണ വിൽസന്റെയും ലാപ്ടോപ്പിൽ നിന്നും കണ്ടെത്തിയെന്നാണ് പറയുന്നത്. അറസ്റ്റിനും 2 മാസം മുമ്പ് പിടിച്ചെടുത്ത ലാപ്ടോപ്പിൽ മാവോയിസ്റ്റ് ബന്ധം തെളിയിക്കുന്ന രേഖകൾ കണ്ടെടുത്തെന്ന് പോലീസ്. പിടിച്ചെടുക്കും വരെ അങ്ങനെ ഒരു രേഖയായിരുന്നില്ലെന്ന് പലവട്ടം പറഞ്ഞു നോക്കിയെങ്കിലും രക്ഷയുണ്ടായില്ല. പക്ഷേ ആ തെളിവുകളെല്ലാം തന്നെ ചാരസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ലാപ്ടോപ്പുകളിൽ നിക്ഷേപിച്ചതാണെന്ന് പിന്നീട് ഫോറൻസിക് കണ്ടെത്തി. സ്റ്റാൻസാമിയുടെ ലാപ്ടോപ്പ് അടക്കമുള്ള ഉപകരണങ്ങളിൽ ഇത്തരത്തിൽ ഹാക്കർമാർ മാവോയിസ്റ്റ് ബന്ധം ഉണ്ടാക്കിയെടുക്കുന്ന തരത്തിലുള്ള തെളിവുകൾ സ്ഥാപിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്കൻ കമ്പ്യൂട്ടർ ലാബ് കണ്ടുപിടിച്ചത്. ഒരു വിചാരണയും കൂടാതെ അവർ വർഷങ്ങളോളം ജയിലിൽ കടന്നു. ജയിലിൽ മതിയായ ചികിത്സ കിട്ടാതെയാണ് സ്റ്റാൻസാമി മരണപ്പെടുന്നതും. റോണ വിൽസന്റിന്റെ ലാപ്ടോപ്പിൽ നിന്നും നരേന്ദ്രമോദിയെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയതിന്റെ തെളിവുകൾ കണ്ടെത്തിയെന്നും പോലീസ് പറഞ്ഞിരുന്നു. അതേ സംഭവം തന്നെ ഈ സിനിമയിലും പറയുന്നുണ്ട്. റാലികൾ സംഘടിപ്പിച്ചു എന്നല്ലാതെ അയാളെ വധിക്കാൻ ഗൂഢാലോചന നടത്തി എന്ന് പറയുന്നത് തികച്ചും അടിസ്ഥാനരഹിതമാണ്. അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തെളിവുകൾ പെരിസ്കോപ്പ് വഴി ലാപ്ടോപ്പിൽ നിക്ഷേപിക്കുന്ന ഒരു രംഗം ഈ സിനിമയിൽ വേറെയും കാണിക്കുന്നുണ്ട്.
അയക്കാൻ പാടില്ലാത്ത ഏതാണ്ട് അവൾ ലാപ്ടോപ്പിൽ നിന്ന് അയച്ചെന്നാണ് പോലീസ് പറയുന്നത്. സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച ഡാനിയൽ എന്ന കഥാപാത്രത്തെ വധിക്കാൻ ശ്രമിക്കുന്ന രംഗമുണ്ട്. അതിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന പ്ലാനുകളെല്ലാം തന്നെ 2 യഥാർത്ഥ കേസുകളിലെ പ്ലാനുകളാണ്. ആ 2 യഥാർത്ഥ കേസുകൾ നടത്തിയിരിക്കുന്നതോ 2 ഗവൺമെന്റുകളുമാണ്. ആ 2 കൊലക്കേസുകളും പാട്രിയോട്ട് സിനിമയും തമ്മിൽ ബന്ധമുണ്ട്. സിനിമയിലെ ഡാനിയെ പോലെ തന്നെ സിസ്റ്റത്തിനെതിരെയും ഗവൺമെന്റിനെതിരെയും പ്രവർത്തിച്ചവരാണ് കൊല്ലപ്പെട്ടത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കിം ജോൺ നാമിന്റെ കൊലപാതകം. കിം ജോൺ ഉന്നിന്റെ അർദ്ധ സഹോദരനാണ് നാം. ഈ കൊലപാതകം വിരൽ ചൂണ്ടുന്നത് കിം ജോൺ ഉന്നിലേക്ക് തന്നെയാണ്. എയർപോർട്ടിൽ വെച്ച് മമ്മൂട്ടിയുടെ കഥാപാത്രമായ ഡാനിയുടെ മുഖത്തേക്ക് സ്പ്രേ ചെയ്യുന്ന സംഭവങ്ങളെല്ലാം തന്നെ ആ കേസിൽ നിന്നുമാണ് എടുത്തത്. 2017 മലേഷ്യയിലെ കോലാലംപൂർ എയർപോർട്ടിൽ വെച്ചായിരുന്നു സംഭവം. മിലിറ്ററി പ്ലാൻ പോലെയായിരുന്നു ആ കൊലപാതകം. ഒരുപാട് പേർ ആ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്നു. ഓരോരുത്തർക്കും ഓരോ റോളുകളും ഉണ്ടായിരുന്നു. പിന്നീട് അവരെല്ലാം തന്നെ എയർപോർട്ട് CCTVയിൽ കാണുകയും ചെയ്തു. സിനിമയിലേതുപോലെ തന്നെ ഒന്നും അറിയാതെ 2 പെൺകുട്ടികൾ ഈ കൊലപാതകത്തിൽ പങ്കെടുത്തിരുന്നു. അവർ ജസ്റ്റ് പ്രാങ്ക് തന്നെയാണ് ചെയ്തത്. അവർക്ക് നൽകിയ ലോഷൻ മാരകമായ വിഷമടങ്ങിയ VX നെർവ് ഏജന്റ് ആയിരുന്നു. കോലാലംപൂർ എയർപോർട്ടിലെത്തിയ നാമിന്റെ മുഖത്തേക്ക് പ്രാങ്ക് പോലെ ഈ സ്ത്രീകൾ വിഷം പുരട്ടുകയായിരുന്നു. അപ്പോൾ തന്നെ അസ്വസ്ഥത തോന്നിയ നാം സെക്യൂരിറ്റി ഗാർഡിനെ സമീപിക്കുന്നു. പക്ഷെ കുറച്ച് സമയത്തിനകം തന്നെ അവിടെ വെച്ച് തന്നെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ പ്ലാൻ ചെയ്ത ആൾക്കാർ പുറത്തുനിന്നും കാണുന്നുമുണ്ടായിരുന്നു. എയർപോർട്ടിൽ വെച്ച് ഇങ്ങനെ പ്രാങ്ക് ചെയ്യാൻ പറഞ്ഞാരാ? ഇതിൽ പങ്കെടുത്ത കെമിസ്റ്റും 2 പെൺകുട്ടികളും അറസ്റ്റിലായി. കിം ജോങ് ഉന്നിന്റെ അർദ്ധ സഹോദരൻ കിം ജോങ് നാം വധക്കേസിന് കോലാലംപൂർ വിമാനത്താവളത്തിൽ രാസവസ്തു മുഖത്ത് തേച്ച് കിം ജോങ് നാമിനെ കൊലപ്പെടുത്തിയെന്നാണ്. പെൺകുട്ടികൾ പിന്നീട് നിരപരാധികളാണെന്ന് കോടതിക്ക് ബോധ്യമായി. ഒരു കൊലപാതകം നടത്തിയതും അതിന് പിന്നിലും കിം ജോങ് ഉന്ന് തന്നെയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇതൊരു സംഭവത്തിന്റെ മറ്റൊരു വേർഷനാണ് ഈ സിനിമയിൽ കാണിക്കുന്നതും. സിനിമയിൽ ഡാനിയലിനെ കൊല്ലാൻ നടത്തുന്ന പദ്ധതിയിലെ മറ്റൊരു പ്ലാൻ ഉപയോഗിച്ചിരിക്കുന്നത് സൗദി അറേബ്യ നടത്തിയൊരു കൊലപാതകത്തിൽ നിന്നുമാണ്. അത് ജമാൽ ഖഷോഗി തിരോധാനമായിരുന്നു. സൗദി അറേബ്യയിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായിരുന്നു ജമാൽ ഖഷോഗി. അവിടുത്തെ അൽ അറബ് ചാനലിന്റെ എഡിറ്റർ ഇൻ ചീഫായിരുന്നു അദ്ദേഹം. സൗദി രാജകുടുംബവുമായി നല്ല ബന്ധമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് അവകാശം നൽകാൻ വേണ്ടിയുള്ള പോരാട്ടത്തിലും അതുപോലെ തന്നെ രാജഭരണത്തിനെതിരെ പല കാര്യങ്ങളും അദ്ദേഹം വാർത്തയാക്കാൻ തുടങ്ങി. രാജകുടുംബത്തിലെ ഒരാളെ അറസ്റ്റ് ചെയ്ത് ജയിലടച്ചതിനെതിരെ അദ്ദേഹം പ്രതികരിച്ചു. അങ്ങനെ ജമാൽ ഖഷോഗി പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാനുമായി തെറ്റുന്നു. അദ്ദേഹം രാജ്യം വിടുകയും പിന്നീട് വാഷിംഗ്ടൺ പോസ്റ്റിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇന്ത്യ വിട്ടു പോകുന്ന മമ്മൂട്ടിയുടെ ഡാനി എന്ന കഥാപാത്രവുമായി അദ്ദേഹത്തിന്റെ ജീവിതത്തിന് ഏറെ സാമ്യമുണ്ട്. പാട്രിയോട്ട് സിനിമയിൽ മമ്മൂട്ടിയുടെ പാർട്ണറായി സെറിൻ ഷിഹാബ് അവതരിപ്പിച്ച ആയിഷ ഇക്ബാൽ എന്നൊരു കഥാപാത്രമുണ്ട്. ആ ഒരു കഥാപാത്രം ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് ജമാൽ ഖഷോഗിയുടെ പാർട്ണറിൽ നിന്നുമാണ്. അവരുടെ ലുക്ക് തന്നെയാണ് ഈ കഥാപാത്രത്തിന് സിനിമയിൽ നൽകിയതും. ഇസ്തംബൂളിലായിരുന്നു അവർ 2 പേരും ജീവിച്ചത്. അവർ കല്യാണം രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിക്കുന്നു. അതിനായി ലോക്കൽ രജിസ്ട്രാർ എടുത്ത് പോയപ്പോൾ സൗദി എംബസിയിൽ പോകാൻ ആവശ്യപ്പെടുന്നു. പിന്നീട് അവർ 2 പേരും കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇസ്തംബൂളിലെ സൗദി എംബസിയിലേക്ക് പോകുന്ന CCTV രംഗം ലഭ്യമാണ്. പാർട്ണറെ പുറത്തു നിർത്തി ജമാൽ അകത്തേക്ക് കയറിപ്പോയി. പിന്നീട് ആരും തന്നെ ജമാലിനെ കണ്ടിട്ടില്ല. സിനിമയിൽ ആയിഷ ഡാനിയലിന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ ഒരുപാട് നേരം അവർ പുറത്ത് കാത്തുനിന്നു. ഈ ഒരു തിരോധാനം കേസായപ്പോൾ സൗദി കോൺസുലേറ്റ് ചില CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. ജമാൽ ഖഷോഗി മറ്റൊരു ഗേറ്റിലൂടെ ആ ബിൽഡിങ്ങിന്റെ പുറത്തേക്ക് പോയതായിരുന്നു ആ ദൃശ്യങ്ങൾ. പക്ഷേ ആ രംഗത്ത് കാണിച്ചിരിക്കുന്നത് ഒരു ബോഡി ഡബിളിനെ ആയിരുന്നു എന്ന് ഭാര്യ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി. ഈ സിനിമയിൽ ആയിഷയും അതുപോലെ തന്നെ അത് ഡാനി അല്ല, ഡാനിയുടെ ബോഡി ഡബിൾ ആണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. തുർക്കിയുടെ അന്വേഷണത്തിൽ സൗദിയിൽ നിന്നെത്തിയ 18ഓളം പേരടങ്ങിയ ഒരു ഗാങ് ആണ് ഈ കൊലപാതകം നടത്തിയതെന്ന് കണ്ടെത്തിയിരുന്നു. ഈ 18 പേരും സൗദി രാജാവുമായി നേരിട്ട് ബന്ധമുള്ള ആൾക്കാരായിരുന്നു. ഈ കൊലപാതക ഗ്യാങ്ങിൽ ഒരു പോസ്റ്റ്മോർട്ടം സ്പെഷ്യലിസ്റ്റ് പോലും ഉണ്ടായിരുന്നു. മറ്റൊരാൾ ജമാൽ ഖഷോഗിയുടെ ബോഡി ഡബിൾ ആയിരുന്നു. എംബസിയുടെ അകത്തേക്ക് എത്തിയ ജമാലിനെ അപ്പോൾ തന്നെ കൊലപ്പെടുത്തുകയും ശരീരം കഷ്ണങ്ങളായി മുറിച്ചു മാറ്റുകയും ചെയ്തു. അവശിഷ്ടങ്ങൾ ആസിഡ് ഉപയോഗിച്ച് ഉരുക്കിക്കളയുകയും ചെയ്തു. എംബസിയിൽ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകൻ ജമാൽ ഖഷോഗിയുടെ ശരീരാവശിഷ്ടങ്ങൾ കിട്ടിയെന്ന് US മാധ്യമങ്ങൾ. സൗദി കോൺസുൽ ജനറൽ വീട്ടിലെ പൂന്തോട്ടത്തിൽ നിന്നാണ്. 2 മണിക്കൂറിന് ശേഷം അദ്ദേഹത്തിന്റെ അതേ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ബോഡി ഡബിൾ പിന്നിലെ ഗേറ്റിലൂടെ പുറത്തു പോവുകയും ചെയ്തു. വസ്ത്രം മാറിയെങ്കിലും ബോഡി ഡബിൾ ഷൂ മാറിയില്ല. അതുകൊണ്ടാണ് ഭാര്യ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞത്. പുറത്തു പോയ ബോഡി ഡബിൾ പല സ്ഥലങ്ങൾ ചുറ്റിത്തിരികയും ഒരു പബ്ലിക് ടോയ്ലറ്റിൽ പോയിക്കൊണ്ട് ഡ്രസ്സ് മാറ്റുകയും പിന്നീട് എയർപോർട്ടിൽ പോയി സ്ഥലം വിടുകയും ചെയ്തു. ബാക്കി വന്ന ശരീരാവശിഷ്ടങ്ങൾ ഒരു വാനിൽ കയറ്റിക്കൊണ്ട് കോൺസുലേറ്റിന്റെ മറ്റൊരു ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളും അവൈലബിൾ ആണ്. പിന്നീട് തുർക്കി ഗവൺമെന്റ് പല സ്ഥലത്ത് വെച്ചും അദ്ദേഹത്തിന്റെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. സൗദി അറേബ്യ ഒഫീഷ്യലായി തന്നെ ഈ കൊലപാതകം നടന്നതായി അറിയിച്ചിരുന്നു. ഖഷോഗിയുടെ കുടുംബത്തെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അതിനു മുമ്പെല്ലാം തന്നെ വീട്ടുതടങ്കലിലായിരുന്നു ഈ കുടുംബം. പേരൊന്നും പുറത്തുവിടാത്ത 7 പേരെ ഈ കേസിൽ അവർ ശിക്ഷിച്ചെന്ന് അവർ പറയുന്നുണ്ട്. അതിൽ 5 പേർക്ക് വധശിക്ഷയാണ് നൽകിയതെന്നും ഖഷോഗിയുടെ കുടുംബം ഇടപെട്ട് അത് ജീവപര്യന്തമായി മാറ്റിയെന്നുമെല്ലാം തന്നെ അവർ വാദിക്കുന്നുണ്ട്. എന്നാൽ കുടുംബം അതെല്ലാം തന്നെ നിഷേധിക്കുന്നുമുണ്ട്. മരണം എങ്ങനെ സംഭവിച്ചുവെന്നോ അദ്ദേഹത്തിന്റെ മൃതദേഹം എവിടെയാണെന്നോ പറയാൻ റിയാദ് തയ്യാറാവുന്നില്ല. കൊലയ്ക്ക് ശേഷം ഈ ഗ്യാങ് സൗദിയിലേക്ക് പോയത് സിനിമയിൽ കാണിക്കുന്ന പോലെ തന്നെ ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിലായിരുന്നു. ഭരണകൂടത്തിനെതിരെ പോരാടിയ 2 പേരെയാണ് കൊലപ്പെടുത്തിയത്. ഈ 2 പേരുടെയും റെഫറൻസ് ആണ് ഈ സിനിമയിൽ കാണിക്കുന്നതും.
സിനിമയിലെ പ്രധാന വില്ലന്മാരായി കാണിക്കുന്നത് ഡിഫൻസ് മിനിസ്റ്ററെയും മകനെയുമാണ്. JP സുന്ദരം, ശക്തി സുന്ദരം എന്ന കഥാപാത്രങ്ങൾ ആരിൽ നിന്നും ഇൻസ്പയർ ചെയ്തതാണ്. അത് അമിത്ഷായും മകൻ ജയ്ഷയും ആകാൻ സാധ്യതയുണ്ട്. അതിലും കൂടുതൽ സാമ്യം നിതിൻ ഗഡ്കരിയും മക്കളുമാണ്. സ്വന്തം മകന്റെ IT കമ്പനിക്ക് പെരിസ്കോപ്പിന്റെ കൺട്രോൾ കൊടുക്കും. മിനിസ്റ്റർ ഇടപെട്ടുകൊണ്ട് ഒരു സർക്കാർ പോളിസി ഇറക്കുന്നു. അതിൽ നിന്നും ലാഭം ഉണ്ടാക്കുന്നതോ മിനിസ്റ്ററുടെ മകന്റെ കമ്പനിയും. പെട്രോളിയം പ്രൊഡക്റ്റുകളിൽ എത്തനോൾ സർക്കാർ നിർബന്ധമാക്കുന്നു. എന്നാൽ എത്തനോൾ ഉണ്ടാക്കുന്ന മകന്റെ കമ്പനിയോ കോടികൾ വാരുകയും ചെയ്യുന്നു. സിനിമയിലെ മിനിസ്റ്ററായ സുന്ദരം മകന്റെ കമ്പനിക്ക് വേണ്ടി സർക്കാർ പോളിസി മാറ്റിക്കൊണ്ട് പെരിസ്കോപ്പ് നൽകുന്നുണ്ട്. അതിനുശേഷം ആ കമ്പനി കോടികൾ ലാഭമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അന്നത്തെ ബാലൻസ് ഷീറ്റ് വെറും 20,000 രൂപയാണ്. ഇപ്പോഴത്തെ അസറ്റ് 1,600 കോടി. എത്തനോൾ പോളിസി ഇറങ്ങിയതിനു ശേഷമാണ് നിതിൻ ഗഡ്കരിയുടെ മകന്റെ കമ്പനിയായ സിയാൻ അഗ്രോ ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ഒന്നുമില്ലായ്മയിൽ നിന്നും കോടികളുടെ വരുമാനത്തിലേക്ക് എത്തുന്നത്. ആ സംഭവങ്ങളൊക്കെ തന്നെയാണ് സിനിമയിൽ ഇൻഡയറക്റ്റായി പറയുന്നതും. മമ്മൂട്ടിയുടെ കഥാപാത്രം ഒരുപാട് സർക്കാരിന്റെ രഹസ്യരേഖകൾ പുറത്തുവിടുന്നതായി കാണിക്കുന്നുണ്ട്. ഒരുപാട് രഹസ്യരേഖകൾ പുറത്തുവിടുന്ന ഒരു സ്ഥാപനമാണ് വിക്കിലീക്സ്. അതിന്റെ സ്ഥാപകനായ ജൂലിയൻ അസാഞ്ചയുമായിട്ടും മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് സാമ്യമുണ്ട്. ഡാനിയൽ ഒരു ഗവൺമെന്റിന് കീഴിൽ പ്രവർത്തിക്കുകയും പിന്നീട് ആ ഗവൺമെന്റ് തന്നെ ശത്രുവായി മാറുകയുമാണ് ചെയ്യുന്നത്. മറ്റൊരു രാജ്യത്ത് പോയതിനു ശേഷം വർക്ക് ചെയ്യുമ്പോൾ കണ്ടെത്തിയ പല രേഖകളും പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. അതെല്ലാം തന്നെ സർക്കാരിന്റെ കൊള്ളരുതായ്മകളുമാണ്. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള വ്യക്തി ഉണ്ടായിരുന്നു. അമേരിക്കയുടെ നാഷണൽ സെക്യൂരിറ്റി ഏജൻസിയിൽ വർക്ക് ചെയ്യുകയും പിന്നീട് അവിടെ നിന്ന് പുറത്തു പോവുകയും അമേരിക്ക നടത്തിയ പല കാര്യങ്ങളെക്കുറിച്ചുമുള്ള ഡോക്യുമെന്റ്സ് പുറത്തുവിടുകയും ചെയ്ത ഒരാളാണ് എഡ്വാർഡ് സ്നോഡൻ. അമേരിക്കൻ സർക്കാർ ചാരപ്രവൃത്തി ആരോപിച്ചുകൊണ്ട് എസ്പെനേജ് ആക്ട് പ്രകാരം സ്നോഡനെ കുറ്റവാളിയെ പ്രഖ്യാപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിനിമയിൽ ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് പ്രകാരം ഡാനിയെയും കുറ്റവാളിയെ പ്രഖ്യാപിക്കുന്നുണ്ട്. അതിനുശേഷം ഡാനി UK രക്ഷപ്പെടുന്നുണ്ട്. സ്നോഡൻ രക്ഷപ്പെട്ടത് റഷ്യയിലേക്കാണ്. ശക്തി ടാർഗറ്റ് ചെയ്യുന്നത് നാണക്കേടാണ്. അത് പേടിച്ച് ആളുകൾ അവർ ചോദിക്കുന്ന പൈസ തിരിച്ചടയ്ക്കും. കഴിയാത്തവർ ആത്മഹത്യയ്ക്ക് കാരണം ലോൺ ആപ്പിന്റെ ഭീഷണിയാണെന്ന് കുടുംബം. മോർഫ് ചെയ്ത ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തിയതായും ബന്ധുക്കൾ ആരോപിക്കുന്നു. സിനിമ പറയുന്ന മറ്റൊരു പ്രധാന വിഷയമാണ് ലോൺ ആപ്പുകളുടെ കെണി. അവരുടെ പ്രവർത്തന രീതികളെക്കുറിച്ചെല്ലാം തന്നെ സിനിമ വ്യക്തമായി പറയുന്നുണ്ട്. പാട്രിയോട്ട് സിനിമയിൽ ഇനിയും ഒരുപാട് യഥാർത്ഥ സംഭവങ്ങളും വ്യക്തികളുമുണ്ട്. അവ നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഹൈപ്പ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.